കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ പറഞ്ഞത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണോ അല്ല ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണോ എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഏതാണ് യഥാർത്ഥത്തിൽ മണവാട്ടിയായിരിക്കുന്ന സഭ ഏതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഏതാണ് ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരമാണ് എന്താണെന്നറിയാമോ? ഈ ഉള്ളതായിരിക്കുന്ന പഠനങ്ങളിലൂടെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം അങ്ങ് അരക്കെട്ട് ഉറപ്പിച്ചു എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. സഭ മണവാട്ടിയാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കാനായിട്ട് സഭയിലെ ശുശ്രൂഷകന്മാരെല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പഴയ നിയമത്തിലെ സാദൃശ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും. ആ പഴയ നിയമത്തിലെ സാദൃശ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഉത്തമഗീതം എന്ന പുസ്തകം, അതൊരു പ്രേമഗീതമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാവ്യാത്മകമായിരിക്കുന്ന ഒരു പ്രേമഗീതമാണ്, ശലോമോൻ്റെ പുസ്തകമാണ്. അപ്പോൾ അതിനകത്തൊരു കാമുകനുണ്ട്, അതിനകത്തൊരു കാമുകിയുണ്ട്. ആ കാമുകി വിവാഹം കഴിക്കുകയും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയും അവരുടെ പ്രേമബന്ധത്തിൻ്റെ അവരുടെ പരസ്പരമുള്ളതായിരിക്കുന്ന വർണ്ണനകളും അവരുടെ പ്രേമത്തിൻ്റെ ആഴങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ഈ സഭ മണവാട്ടിയാണെന്ന് പഠിപ്പിക്കുന്നവർ എന്ത് ചെയ്യുന്നു അറിയാമോ? ഇതാണ് സഭയുടെ പഴയ നിയമ ചിത്രം. ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് അഥവാ കാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞു കിടന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടതെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ആ സഭ, ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പൗലോസ് പറഞ്ഞ സഭ, ഇന്നത്തെ ശുശ്രൂഷകരൊക്കെ അത് മണവാട്ടി സഭ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ഈ സഭയുടെ പഴയ കാലത്തെ ചിത്രമാണിത്, ഈ ഉത്തമഗീതം. അവിടെ കാമുകനും കാമുകിയും തമ്മിലുള്ളായിരിക്കുന്ന ആഴമായ സ്നേഹബന്ധം, വിട്ടുപിരിയാൻ പറ്റാത്തായിരിക്കുന്ന ബന്ധം, കാമുകൻ കാമുകിയെ വർണ്ണിക്കുന്നത്, കാമുകി കാമുകനെ വർണ്ണിക്കുന്നത്, അവരുടെ സ്നേഹബന്ധത്തിൻ്റെ ഭയങ്കരമായിരിക്കുന്ന ആഴങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നല്ല ആ വിധത്തിൽ വായിക്കാനാണെങ്കിൽ നല്ലൊരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രേമ ഗീതം തന്നെയാണ് അതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്നത്തെ സഭയുടെ പഴയ നിയമ ചിത്രമാണ് അത് ക്രിസ്തുവും ഇന്നത്തെ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പതിപ്പാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? രണ്ടാമതായിട്ട് പഠിപ്പിക്കുന്നത് സങ്കീർത്തനം 45 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലയോ കുമാരി കേൾക്കുക, ചെവി ചായിക്കുക, സ്വജനത്തെയും ബന്ധുക്കളെയും വിട്ടുകളക, രാജാവ് നിൻ്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനം 45 അതാണല്ലോ സാധാരണ ക്രിസ്തീയ വിവാഹങ്ങളിലൊക്കെ വായിക്കുന്ന സങ്കീർത്തനം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സങ്കീർത്തനത്തിൽ പറയുന്ന രാജകുമാരിയില്ലേ, ആ രാജകുമാരി സഭയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത്. ഒന്നാമത് പഠിപ്പിക്കുന്നത് എന്താ? അതായത് ഉത്തമഗീതത്തിലെ പ്രിയ എന്ന് പറയുന്ന ആ സുന്ദരിയായിരിക്കുന്ന പെണ്ണ് സഭയാണ്. രണ്ടാമത് സങ്കീർത്തനം 45 ഒരു രാജകുമാരിയുടെ ചിത്രം അവിടെ ഉണ്ട്, ആ രാജകുമാരി സഭയാണ്. മൂന്നാമത് ഇവർ പഠിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം എന്താ അറിയാമോ? കൊരിന്ത്യ സഭയിൽ ഒരു നിർമ്മല കന്യകയെക്കുറിച്ച് പറയുന്നുണ്ട്. നിർമ്മല കന്യക, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യയായി വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നില്ലേ? ആ നിർമ്മല കന്യകയൊക്കെ സഭയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി അങ്ങ് പറഞ്ഞിട്ട് എന്ത് പറയുമെന്നറിയാമോ? സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് സ്ഥാപിക്കും. അപ്പോൾ പലരും ഇതറിയുന്ന പലരും എന്നോട് പറയുന്നത്, ബ്രദറെ അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എന്ന് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ കൂടെ പറഞ്ഞാലേ ഈ വിഷയം പൂർത്തിയാക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ തുടക്കത്തിലേ ഒന്ന് പറയട്ടെ. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ 3ാമത്തെ പാർട്ട് ഇടുന്നത്. ഇതുകൊണ്ട് കഴിയില്ല, നാളെ ഒരു 4ാമത്തെ ഭാഗം കൂടെ ഉൽപ്രവണത്തിൽ എടുക്കപ്പെടുന്നത് ആര് എന്ന 4ാമത്തെ പാർട്ട് കൂടെ ഞാനിടും. ശരി, അപ്പം ഞാൻ ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ദൈവം അത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ കേൾവിക്കാരുടെ ഹൃദയങ്ങളെ എൻ്റെ കർത്താവ് തുറക്കട്ടെ എന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറയട്ടെ. ഉത്തമഗീതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഉത്തമഗീതം നിങ്ങൾ പല ആവർത്തി വായിച്ചിട്ടുണ്ടാകും. ബൈബിൾ വായിച്ചവരൊക്കെ ഉത്തമഗീതം വായിച്ചിട്ടുണ്ടാകും. അവിടെ വളരെ മനോഹരമായിട്ട് കാവ്യാത്മക ഭാഷയിൽ കവിത രൂപേണ ഒരു ഗീതം എന്ന പോലെ ശലോമോൻ രാജാവ് എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. ചിലരല്ല എന്ന് പറയുന്നു. എന്തുവാട്ടെ, ശലോമോൻ രാജാവിൻ്റെ ഉത്തമഗീതം എന്നാണ് പറയപ്പെടുന്നത്. ശലോമോൻ രാജാവ് വളരെ മനോഹരമായിട്ട് ഒരു പ്രേമബന്ധത്തിൻ്റെ
കാവ്യരൂപം അവിടെ വരച്ച് കാണിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ, നിർധനയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഒരു കാമുകൻ, ആ കാമുകൻ ഒരു ആട്ടിടയനാണ്. ഒരാട്ടിടയനായിരിക്കുന്ന കാമുകനും ഒരു പാവപ്പെട്ട അതിസുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയും തമ്മിലുള്ളായിരിക്കുന്ന പ്രേമബന്ധത്തിൻ്റെ ചിത്രമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും, ഇല്ലേ? അതിനെക്കുറിച്ച് യഹൂദ റബ്ബിമാർ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? രണ്ട് കഥകൾ അവർ പറയുന്നു. കഥ കാര്യമാണോ കഥയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. യഹൂദ റബ്ബിമാർ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഒന്നാമതായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു വിഭാഗം യഹൂദ റബ്ബിമാരുടെ പഠിപ്പിക്കൽ എന്താണെന്നറിയാമോ? ആ യഹൂദ റബ്ബിമാർ പറയുന്നത് ഈ ശൂലേം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രദേശത്ത്, അതായത് ഗ്രാമപ്രദേശത്ത് ശലോമോൻ രാജാവ് യാദൃച്ഛികമായിട്ട് അതിസുന്ദരിയായിരിക്കുന്ന തൻ്റെ അനേകം ഭാര്യമാരും വെപ്പാട്ടികളുമായിരിക്കുന്ന സ്ത്രീകളെക്കാളും സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ശലോമോൻ രാജാവിന് മോഹം ജനിച്ചു. ശലോമോൻ രാജാവ് അങ്ങനെയാണല്ലോ, ഏത് സുന്ദരികളെ കണ്ടാലും അവൻ്റെ ഭാര്യയാക്കണം. അത് പുള്ളിയുടെ ഒരു സ്വഭാവമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 300 ഭാര്യമാരും 700 വെപ്പാട്ടികളും ഉണ്ടായിരുന്ന ഒരു മഹാചക്രവർത്തിയായിരുന്നു ശലോമോൻ രാജാവ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ശലോമോൻ രാജാവ് ഈ ശൂലേം കാര്യത്തിയായിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളെ അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ അവളുടെ മനസ്സ്, അവൾ പ്രേമിച്ചിരുന്ന ഒരു ഇടയ ബാലനുണ്ടായിരുന്നു. ആ ബാലനെ വിട്ട് ഒരിക്കലും രാജാവിനോട് യോജിച്ചില്ല. രാജാവിനെ സ്നേഹിക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അവൾ താൻ പ്രേമബന്ധത്തിലായിരിക്കുന്ന ആ നിസ്സാരനായിരിക്കുന്ന ഇടയ ചെറുക്കനോടുള്ളായിരിക്കുന്ന ആഴമായ സ്നേഹത്തിൽ അവൾ വളരെ വിഷണ്ണയായിരുന്നു, ദുഃഖിതയായിരുന്നു, നിരാശയായിരുന്നു. അവൾ ആ പ്രേമബന്ധത്തിൽ നിരാശയായിരുന്നു എന്നല്ല, ആ പ്രേമബന്ധത്തിൽ നിന്ന് അവളെ ശലോമോൻ രാജാവ് പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ശലോമോൻ രാജാവിൻ്റെ അരമനയിൽ അവൾ ദുഃഖിതയായിരുന്നു, നിരാശയായിരുന്നു, വിഷണ്ണയായിരുന്നു. അങ്ങനെ തകർന്നിരുന്നപ്പോൾ ശലോമോൻ രാജാവ് അവളോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ നിനക്ക് സന്തോഷമില്ലാത്തത്? നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ പ്രിയതമൻ്റെ അടുത്ത് പോയാൽ മതി. അപ്പോൾ ശലോമോൻ രാജാവ് ചോദിച്ചു, ആരാ നിൻ്റെ പ്രിയതമൻ? അപ്പോൾ അവൾ പറഞ്ഞു, ഒരു ഇടയ ചെറുക്കനാണ്, ഒരു ഇടയ ബാലനാണ് എൻ്റെ പ്രിയൻ എന്നവൾ ആ ശലോമോൻ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ നിനക്ക് അവനെ അത്ര ഇഷ്ടമാണോ? നിനക്ക് അവനെ വിട്ടുപിരിയാൻ പറ്റുകയില്ലേ? നിനക്ക് ഇത്രയും വലിയ സ്വത്തും ഇത്രയും വലിയ പദവികളും കിട്ടിയാലും നിനക്ക് പോരെ? എൻ്റെ രാജ്ഞിയായിരുന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് എൻ്റെ ഇടയബാലനെ മാത്രം മതി എന്ന് അവൾ പറഞ്ഞു എന്ന് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശലോമോൻ രാജാവിന് അവളോട് മനസ്സലിവ് തോന്നി. അവളുടെ പ്രേമത്തിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം കണ്ടപ്പോൾ ശലോമോൻ രാജാവ് അവളെ തിരിച്ച് പറഞ്ഞയച്ചു എന്ന് പറയുന്നത്. തിരിച്ച് പറഞ്ഞയച്ചിട്ട് ആ ഇടയബാലൻ്റെയും ഈ പാവപ്പെട്ട സുന്ദരിയായ പെൺകുട്ടിയുടെയും പ്രേമബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ രചിച്ച, അവരുടെ ചിത്രം വെച്ചുകൊണ്ട് രചിച്ച ഒരു കവിതയാണ്, അല്ലെങ്കിൽ ഒരു ഗീതമാണ്, ഒരു കാവ്യമാണ് ഉത്തമ ഗീതമെന്നാണ് റബ്ബിമാരിൽ ഒരാൾ പറയുന്നത്. അതിനെ സാധൂകരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ആ ഉത്തമഗീതത്തിൽ കാണാനായിട്ട് പറ്റും. ഒരു ശലോമോൻ രാജാവിൻ്റെ ചിത്രമല്ല അതിനകത്ത് കാണുന്നത്. ശലോമോൻ രാജാവിൻ്റെ ചിത്രമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിലെ ആ കാന്തൻ, അതായത് ആ പ്രിയപ്പെട്ടവനുണ്ടല്ലോ, ആ പ്രിയപ്പെട്ടവൻ ഒരു ആട് മേയ്ക്കുന്ന ഇടയനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കിയേ, 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിൻ്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയോളെ പോലെ ഇരിക്കുന്നത് എന്തിന്? കണ്ടോ, ഇവിടുത്തെ കാന്തൻ ഒരു ആട്ടിടയനാണെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആട് മേയിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഈ ഉത്തമഗീതത്തിലെ കാന്തൻ ഒരു ആട്ടിടയനാണ്. ശലോമോൻ രാജാവ് മഹാചക്രവർത്തിയാണ്. നോക്കി ആ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ യഹൂദ റബ്ബിമാർ പറയുന്ന ഈ കഥ ശരിയല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ശലോമോൻ രാജാവ് അത് അങ്ങനെ രചിച്ചതാണെന്ന് പറയുന്നു. ഓക്കെ, 1-ാമത്തെ കഥ. ഇനി 2-ാമത്തെ കഥയെക്കുറിച്ച് ഞാൻ പറയട്ടെ. 2-ാമത്തെ കഥ എന്ന് പറഞ്ഞാൽ യഹൂദ റബ്ബിമാരിൽ മറ്റൊരു വിഭാഗം ആളുകളെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അതായത് ദാവീദ് രാജാവ് മരിക്കാനായി കിടന്നപ്പോൾ വാർദ്ധക്യം ചെന്നു, വയസ്സ് ചെന്നു, മരിക്കാനായി കിടന്നപ്പോൾ തൻ്റെ കുളിര് മാറുന്നില്ല, തനിക്ക് ഭയങ്കര വിറയലും ഒക്കെയാണ്. അപ്പോൾ രാജഭൃത്യന്മാരെന്ത് ചെയ്തു? യജമാനോട് പറഞ്ഞു, യജമാനെ
യജമാനൻ്റെ കുളിര് മാറുവാനും യജമാനൻ്റെ മാറിൽ ശയിക്കുവാനുമായിട്ട് ഞങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു സുന്ദരിയായിരിക്കുന്ന പെൺകുട്ടിയെ അന്വേഷിക്കട്ടെയോ അവളെ കൊണ്ടുവരട്ടെയോ എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് രാജാവ് സമ്മതം കൊടുത്തു. ആ ദാവീദ് രാജാവിൻ്റെ അടുക്കിലേക്ക് വാർദ്ധക്യ കാലത്ത് കൂട്ടിക്കൊണ്ടുവന്നായിരിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് അബീശഗ് എന്ന് പറയുന്നതായിരിക്കുന്ന പെൺകുട്ടി. അവൾ ശൂനേംകാരത്തി. മറ്റതാര ഉത്തമഗീതത്തിൽ പറഞ്ഞത് ശൂലേംകാരത്തി, ഇത് ശൂനേംകാരത്തി. മനസ്സിലായോ? ചിലപ്പോൾ ഇത് രണ്ടും ഒന്നായിരിക്കാം. കാരണം ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലപ്പേരിൻ്റെ ആ ഒരു വാക്കിൻ്റെ അല്ല ഒരക്ഷരത്തിൻ്റെ വ്യത്യാസത്തിൽ നമുക്കത് ഒന്നല്ല എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ഒരു അതിസുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ദാവീദ് രാജാവിന് കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാമേ. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. ആകയാൽ അവൻ്റെ ഭൃത്യന്മാർ അവനോട്, യജമാനായ രാജാവിന് വേണ്ടി കന്യകയായ ഒരു യുവതിയെ അന്വേഷിക്കട്ടെ, അവൾ രാജസന്നിധിയിൽ ശുശ്രൂഷിച്ച് നിൽക്കുകയും യജമാനായ രാജാവിൻ്റെ കുളിർ മാറേണ്ടതിന് തിരുമാർവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ചു. ശൂനേംകാരത്തിയായ അബീശഗിനെ കണ്ടു, രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ യുവതി അതിസുന്ദരിയായിരുന്നു. അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു. എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല. നോക്കിയേ, അപ്പം ഈ പറയുന്ന പെൺകുട്ടിയെ ശൂനേംകാരത്തി, മറ്റത് ശൂലേംകാരത്തി. ഉത്തമഗീതത്തിലെ പെൺകുട്ടി ശൂനേംകാരത്തി ആയിരിക്കുന്ന അബീശഗിനെ കൊണ്ടുവന്ന്, ചെറുപ്പക്കാരി ഒരു കൊച്ചു പെൺകുട്ടിയായിരിക്കും, അധികം പ്രായമില്ലാത്തൊരു പെൺകുട്ടിയായിരിക്കാം. ആ പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവൾ അതിസുന്ദരിയായിരുന്നു പറഞ്ഞു, അതിസുന്ദരി. എന്നാൽ ദാവീദ് രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല. കാരണം ദാവീദ് രാജാവിന് പ്രായമായിപ്പോയില്ല, വയസ്സായിപ്പോയില്ല, പരിഗ്രഹിച്ചില്ല എന്നവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ യഹൂദ റബ്ബിമാരിലെ മറ്റൊരു വിഭാഗത്തിൻ്റെ പഠിപ്പിക്കൽ എന്താണെന്നറിയാമോ? ദാവീദ് രാജാവ് പിന്നെ അധികം താമസിക്കാതെ മരിച്ചു പോയല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ദാവീദ് രാജാവ് മരിച്ചു പോയി കഴിഞ്ഞപ്പം ഈ ദാവീദ് രാജാവിൻ്റെ ഒരു മകനുണ്ട്. അവൻ്റെ പേരെന്താണെന്നറിയാമോ? അദോനിയാവ് എന്നാണ്. ഈ അദോനിയാവ് ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങളിതേ പുസ്തകത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. അദോനിയാവ് ശലോമോൻ്റെ അമ്മയായിരിക്കുന്ന അമ്മയോട്, അതായത് ബത്ശേബയോട് പറയുന്നുണ്ട്, ശലോമോൻ രാജാവിനോട് പറയണം ഈ അബീശഗിനെ എനിക്ക് ഭാര്യയായിട്ട് തരണം എന്ന് ശലോമോൻ രാജാവിനോട് നീ ഒന്ന് പറയണം, എൻ്റെ അപേക്ഷ അറിയിക്കണം എന്ന് ഈ പറയുന്നിരിക്കുന്ന അദോനിയാവ് പറയുന്നുണ്ട്. മകൻ അപ്പന് ഭാര്യയായി കൊണ്ടുവന്ന ഈ പെൺകുട്ടിയെ തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ശലോമോൻ രാജാവിനോട് പറയുന്നുണ്ട്. എന്നാൽ ശലോമോൻ രാജാവ് ഒരിക്കലും അങ്ങനെ ആ പെൺകുട്ടിയെ അവന് ഭാര്യയായിട്ട് കൊടുത്തില്ല. അപ്പം ഞാനിതെന്തിനാ പറഞ്ഞതെന്നറിയാമോ? ഞാൻ പറഞ്ഞത് അത്രമാത്രം സുന്ദരിയായിരുന്നു ഈ അബീശഗ് എന്ന് പറയുന്നതായിരിക്കുന്ന ശൂനേംകാരത്തി, അത്രമാത്രം സുന്ദരിയായിരുന്നു. അവളെ ശലോമോൻ രാജാവ് എന്തായാലും ഭാര്യയായിട്ട് എടുത്തില്ല എടുക്കാൻ പറ്റാണ്ടായിരിക്കും എന്തായാലും. അല്ലെങ്കിൽ പിന്നെ യഹൂദ റബ്ബിമാർ അതിനെക്കുറിച്ച് പറയുന്ന കഥ എന്താണെന്നറിയാമോ? ഈ ശലോമോൻ രാജാവ് ഇവളിൽ നിന്ന്, അബീശഗിൽ നിന്ന് അവളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, യജമാനെ എന്നെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം, എനിക്ക് തിരിച്ചു പോകണം, രാജാവ് മരിച്ചു പോയല്ലോ, എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പം അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരു ഇടയ ബാലനുണ്ട്, ആ ഇടയ ബാലനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുകയില്ല, ഞാനും അവനോടുള്ളായിരിക്കുന്ന പ്രേമബന്ധം അത്രമാത്രം ആഴമേറിയതാണ്, അവനെ പിരിഞ്ഞാൽ എനിക്ക് ജീവിതമില്ല, അവനും എന്നെ കൂടാതെ ഇല്ല, അതുകൊണ്ട് യജമാനൻ എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണമെന്ന് ശലോമോൻ രാജാവിനോട് അപേക്ഷിക്കുകയും അങ്ങനെ അവരുടെ ആ പ്രേമബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് ആ അബീശഗ് എന്ന് പറയുന്നതായിരിക്കുന്ന ദാവീദിൻ്റെ വാർദ്ധക്യകാലത്തിലെ ഭാര്യ എന്ന് പറയാം, ആ പെൺകുട്ടിയെ കുറിച്ച് അവരുടെ പ്രേമബന്ധത്തിൻ്റെ ആഴങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശലോമോൻ രാജാവ് രചിച്ച ഒരു ഗീതമാണ്, ഒരു പ്രേമഗീതമാണ് ഇതെന്നാണ് അതിനെക്കുറിച്ച് യഹൂദ റബ്ബിമാർ 2 കാര്യങ്ങൾ പറയുന്നത്, 2 കഥകൾ. ഇപ്പോൾ ഈ 2 കഥകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, അപ്പം എന്തായാലും ഇവിടെ മണവാളനും മണവാട്ടിയും ഒരിക്കലും ക്രിസ്തുവും സഭയുമല്ല, പുതിയ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ പൗലോസിലൂടെ ആരംഭിച്ച സഭയല്ല. കാരണം പൗലോസിലൂടെ ആരംഭിച്ചതായിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും അറിഞ്ഞു കിടന്നതാണ്. അതൊന്നും പഴയ നിയമത്തിൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ലെന്നേ, അവിടെ അങ്ങനെ ഒരു ചിത്രമൊന്നും വരച്ചു കൊടുത്തിട്ടില്ല. ഇതൊക്കെ എന്തെല്ലോ മണ്ടത്തരങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്നതാണേ എന്നൊന്ന് മനസ്സിലാക്കുമോ? ഇതൊന്നും ദൈവവചനത്തിന് യോജിക്കുന്ന പഠിപ്പിക്കലും അല്ല, വ്യാഖ്യാനവും അല്ല. ഉത്തമ ഗീതം സഭയ്ക്ക് ദൃഷ്ടാന്തമാണെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കരുതെന്ന് ഞാൻ പറയണേ, നിങ്ങൾ കേൾക്കരുത്. അങ്ങനെ പറയണ ഉപദേശകന്മാരോട് ഇനി അത് മിണ്ടരുതെന്ന് പറയണമെന്ന് ഞാൻ പറയണേ.
സത്യമായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ നിർബന്ധപൂർവ്വം പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നുമല്ല, നിങ്ങളത് മനസ്സിലാക്കും. അങ്ങനെ പഴയ നിയമത്തിലെങ്കിലും ഈ ബോഡി ഓഫ് ക്രിയേഷനെ കുറിച്ച് യാതൊരു ചിത്രവും കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ഉത്തമഗീതം പുസ്തകങ്ങളുടെ അതായത് ദൈവവചനത്തിൻ്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിച്ചത്? ബൈബിളിൽ എന്തിനാ അത് വന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ സാധാരണ ഇന്നത്തെ ക്രിസ്തീയ ലോകക്കാരൊക്കെ വിവരിക്കുന്നുണ്ടല്ലോ, ഒരു ഭാര്യയും ഭർത്താവും, അത് ദൈവവും ഇന്നത്തെ സഭയെ അവർ മണവാട്ടി സഭ എന്ന് വിളിക്കുന്നത്, ഇന്നത്തെ മണവാട്ടി സഭയായിട്ടുള്ള ബന്ധമാണെന്ന് അവർ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മണവാട്ടി സഭ ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ. യഥാർത്ഥ മണവാട്ടി സഭ ഏതാ? അത് യഹൂദനാ. ഒരു പക്ഷേ ഇതിനകത്തൂടെ ദൈവം ഒരു ചിത്രം വരച്ച് കാണിച്ചിരിക്കാം, ആയിരിക്കാമോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സ്ഥാപിക്കുകയല്ല, ഞാൻ മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ സ്ഥാപിക്കാൻ പോവുകയില്ല. വരച്ച് കാണിച്ചിരിക്കാം. എന്താണെന്നറിയാമോ? തൻ്റെ ജനമായിരിക്കുന്ന യഹൂദന്മാരോട് കൂടെ 1000 ആണ്ട് വാഴുന്ന ക്രിസ്തുവിൻ്റെ ഒരു പ്രേമബന്ധത്തിൻ്റെ ആഴമായിരിക്കുന്ന ബന്ധത്തിൻ്റെ ഒരു ചിത്രം ചിലപ്പോൾ ഉത്തമഗീതത്തിലുണ്ടാകാമെന്നേ. അതുകൊണ്ടായിരിക്കും അതിനകത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ഉത്തമഗീതം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഈ ഉത്തമഗീതം എന്ന് പറയുന്നതായിരിക്കുന്ന പുസ്തകം യഹൂദ പെരുന്നാളുകളിലും അതുപോലെ അവരുടെ പെസഹ പെരുന്നാളുകളിലൊക്കെ വായിക്കാറുണ്ടായിരുന്നു എന്നാണ് ഞാൻ ചരിത്രം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെ വായിക്കണമെങ്കിൽ അതിനൊരു സ്ഥാനമുണ്ടാകണം. ദൈവാത്മാവല്ല ഈ ബൈബിളൊക്കെ കൂട്ടി യോജിപ്പിച്ചത്. അപ്പോൾ ദൈവാത്മാവ് തീർച്ചയായിട്ടും എന്തോ ഒരു ഉദ്ദേശം അവിടെ പറഞ്ഞിരിക്കണം. എന്താണെങ്കിലും ഒന്ന് ഓർക്കുക, പൗലോസിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന കൃപായുഗം എന്ന് പറയുന്നതായിരിക്കുന്ന ആ സഭയുടെ ബോഡി ഓഫ് ക്രിയേഷന് യാതൊരു സാദൃശ്യവും പഴയ നിയമത്തിലില്ല എന്ന് മനസ്സിലാക്കുക. ഉത്തമഗീതം സഭയുടെ ദൃഷ്ടാന്തമല്ല, നിഴലല്ല, അതിൻ്റെ ചിത്രം വരച്ചിരിക്കുന്ന ഒരു പഴയ നിയമ പുസ്തകവും അല്ല. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അനേകരും പറയുന്നത് 45-ാം സങ്കീർത്തനം. 45-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാമല്ലോ. 45-ാം സങ്കീർത്തനേ ഇന്നത്തെ ക്രിസ്തീയ വിഭാഗങ്ങളിലൊക്കെ വായിക്കുന്നത്, എല്ലായിടത്തും വായിക്കും 45-ാം സങ്കീർത്തനം. അതിനകത്ത് ചില വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. അവിടെ പറയുന്നത് 9-ാം വാക്യം, 45-ാം സങ്കീർത്തനം 9-ാം വാക്യം. നിൻ്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിൻ്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരിയെ, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിൻ്റെ മുഖപ്രസാദം തേടും. നിൻ്റെ മുഖപ്രസാദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജകുമാരിയുടെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാവുന്നു. അവളുടെ വസ്ത്രം പൊൻകസു കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യമാരെയും നിൻ്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് എന്തറിയാമോ? ഇവിടെ പറയുന്നതായിരിക്കുന്ന രാജകുമാരിയല്ലേ, ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ മഹനീയായിരിക്കുന്ന ആ രാജകുമാരി സഭയാട്ടോ, ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആട്ടോ എന്ന് പൗലോസ് അപ്പോസ്തലൻ കാണാൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണെന്നറിയാമല്ലോ? അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതെന്നാണ്. പൗലോസ് വേറെ ഒരിടത്ത് പറഞ്ഞത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതെന്നാണ്. ഈ ഇന്നത്തെ ബോഡി ഓഫ് ക്രിയേഷനെ കുറിച്ച് പഴയ നിയമപ്രവാചകന്മാർക്കൊന്നും അല്ല, ആർക്കും ഒരു രൂപരേഖയും കൊടുത്തിട്ടില്ല. അത് ദൈവം രഹസ്യമാക്കി വെച്ച ദൈവം വെളിപ്പെടുത്താത്ത ഒരു മഹാരഹസ്യമായിരുന്നു. അത് എനിക്ക് വെളിപ്പെട്ടു എന്ന പൗലോസ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് എനിക്ക് വെളിപ്പെട്ട മഹാമർമ്മം നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരിക്കലും ബോഡി ഓഫ് ക്രിയേഷൻ അല്ല. ഇവിടുത്തെ ഈ രാജകുമാരിയെക്കുറിച്ച് വായിക്കുന്നത് തീർച്ചയായിട്ടും ആ രാജകുമാരി അനുഗ്രഹീതയാണ്. അവൾ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യവതിയായിരിക്കുന്ന സ്ത്രീയാണ്. അവളുടെ സൗന്ദര്യം ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമാണ്. അവളോട് പറയുകയാണ്, അവളോട് പറയുകയാണ്, നീ സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവളോട് പറയുകയാണ്, സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിൻ്റെ മുഖപ്രസാദം നേടും. ഇത് ചിത്രം വളരെ വ്യക്തമാണെന്നേ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലാണ് മണവാട്ടി.
യഹൂദന്മാരെ മണവാട്ടി. ആ യഹൂദ സഭയെ വീണ്ടുകൊള്ളാനും അവർക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന സ്വർഗരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച, ആ 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവരെ പ്രവേശിപ്പിക്കാനുമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതെന്നേ. ആ വന്നതായിരിക്കുന്ന കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തായിരിക്കുന്ന ഒരു മണവാട്ടിയുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞില്ലേ, മണവാട്ടിയുള്ളവൻ മണവാളനാവുന്നു, ഞാനോ മണവാളുടെ സ്നേഹിതനാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ. ആ മണവാട്ടി എന്ന് പറയുന്നത് യേശു ക്രിസ്തു വന്നപ്പോൾ മുതൽ കർത്താവിനെ പിൻഗമിച്ച 12 അപ്പോസ്തലന്മാരും ആ ചെറിയ ശിഷ്യന്മാരുടെ കൂട്ടവും അവരുടെ സുവിശേഷത്താൽ യെരുശലേമിലെ സഭയിൽ കൂടി വന്നതായിരിക്കുന്ന ആ ഒരു 1000-10,000 കണക്കിനുള്ളതായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ, ജാതികളല്ല കേട്ടോ, യഹൂദ ക്രിസ്തീയ വിശ്വാസികളും. അതിനുശേഷം മഹാപീഡനത്തിൽ 666 മുദ്രയേക്കാതെ കർത്താവായി യേശു ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ കൂട്ടവും ഇവരെല്ലാവരുമാണ് മണവാട്ടി. ഞാനത് മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മണവാട്ടിയുടെ ചിത്രമാണ് ഈ പറയുന്നതായിരിക്കുന്ന 45-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. അത് കാണാനായിട്ട് പറ്റും. അതങ്ങനെയാണെന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നറിയാമോ? ഇതിൽ പറയുന്ന മണവാട്ടി അവളാണെന്ന് ഞാൻ ഉറപ്പിച്ച് നിങ്ങൾക്ക് തെളിവ് തരട്ടെ. ഇതൊന്നുകൂടി നോക്കിക്കുക. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യമാരെയും നിൻ്റെ അടുക്കൽ കൊണ്ടുവരും, സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഏത് കന്യമാരും ഈ മണവാട്ടിയും കൂടെ എങ്ങോട്ട് പ്രവേശിക്കും? രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഇതിനെക്കുറിച്ചൊക്കെ കർത്താവ് പല ഉദാഹരണം പറഞ്ഞിട്ടില്ലേ. മണവാളം വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്ന കന്യമാരെ അവനോട് കൂടെ അകത്ത് കിടക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ. യഹൂദന്മാരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞാൽ, ഇതൊന്നും സഭയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അത് മനസ്സിലാക്കണം. ആ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. നിൻ്റെ പുത്രന്മാർ, അപ്പം നീ എന്ന് വിളിച്ചത് ആരെയാണ് ഇവിടെ? ഇസ്രായേലിനോട് പറയുക, ആ ഇസ്രായേലാണ് ഇവിടെ ഈ മണവാട്ടി, ഇവിടെ ഈ പറയുന്നതായിരിക്കുന്ന സുന്ദരി, ഇവിടെ പറയുന്ന രാജകുമാരി ഇസ്രായേലാണ്. അത് തിരിച്ചറിയണം. നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ആരെയാണ് പ്രഭുക്കന്മാരാക്കുന്നത്? 1000 ആണ്ടിൽ സഭയാണോ പ്രഭുക്കന്മാരാക്കുന്നത്? പ്രഭുക്കന്മാരാക്കുന്ന ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. രാജ്യത്വവും രാജമഹത്വവും ഒന്നുകൂടി ശ്രദ്ധിച്ചേ. പിന്നെ രാജ്യത്വവും ആധിപത്യവും എന്ന് പറഞ്ഞാൽ ഭരണവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുഴുവൻ ആധിപത്യം, രാജ്യങ്ങളുടെ മഹത്വവും ആർക്ക് ലഭിക്കും? അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്ന സകല ആധിപത്യങ്ങളും അവനെ സേവിക്കും. ദാനിയേൽ ആർക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്? ദാനിയേൽ ആരോടാണ് ഈ പറയുന്നത്? ആരെ അത്യുന്നതൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത്? ദാനിയേൽ യഹൂദന്മാർക്ക് വേണ്ടിയല്ലേ ദാനിയേൽ എഴുതുന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയല്ലേ, ജാതികൾക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത്? നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ജാതികളോടാണ് പറയുന്നത്. നിൻ്റെ ജനം ഏതാ? യഹൂദന്മാർ. ആ അത്യുന്നതൻ്റെ ജനത്തിന് ആധിപത്യം ലഭിക്കുന്ന അതല്ലേ ഈ സങ്കീർത്തനത്തിലെ ഈ സുന്ദരിയെക്കുറിച്ച് അല്ലെങ്കിൽ സങ്കീർത്തനത്തിലെ രാജകുമാരിയെക്കുറിച്ച് വായിച്ചപ്പോൾ കാണുന്നത്? നിങ്ങളൊന്ന് നോക്കിയേ. നിൻ്റെ പുത്രന്മാർ സങ്കീർത്തനം 45-16 നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കളാക്കും. അല്ലേ? വളരെ വ്യക്തമല്ലേ? നമ്മളല്ല പ്രഭുക്കളാകുന്നത്, നമ്മളല്ല ലോകത്തെ വാഴുന്ന യഹൂദന്മാരാണ്. നമ്മളതിനേക്കാളും വലിയ പദവിയിലേക്കാട്ടെ പോകുന്നത്, സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്നത്. സ്വർഗത്തിലിരുന്ന് കൃഷ്ണനോടുകൂടെ സകലവും വാഴുന്നത് നമ്മളാണ്. ഈ യഹൂദന്മാർ പോലും 1000 ആണ്ടിൽ ഭൂമിയെ വാഴുന്നത് നമ്മുടെ കീഴിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതൊക്കെ വേറെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 45-ാം സങ്കീർത്തനത്തിലെ രാജകുമാരിയും ആരല്ല? സഭയല്ല. സഭയുടെ ചിത്രം അവിടെ ഇല്ല. സഭയെക്കുറിച്ചല്ല പറയുന്നത്, അത് യഹൂദനെക്കുറിച്ചാണ് പറയുന്നത്. അത് യഹൂദൻ എന്നായിരിക്കുന്ന അതിസുന്ദരിയായിരിക്കുന്ന രാജകുമാരിയും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും തമ്മിലുള്ളായിരിക്കുന്ന ആ വിവാഹബന്ധമാണ് 1000 ആണ്ടിൽ സംഭവിക്കുന്നത്. 1000 ആണ്ട് വധുഗ്രഹത്തിൽ വധുവിനോട് കൂടെ പാർത്ത്
നമ്മുടെ കർത്താവായിരിക്കുന്ന കാന്തൻ തൻ്റെ ജനത്തിന് ആധിപത്യം ലോകത്തിൽ നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹീത കാലഘട്ടം. അത് മനസ്സിലായോ? ആ ചിത്രമാണ് സങ്കീർത്തനം 45 വിവരിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യം മനസ്സിലായോ? ഒന്ന്, ഉത്തമഗീതത്തിലെ സുന്ദരിയായിരിക്കുന്ന സ്ത്രീ, ഉത്തമഗീതത്തിലെ പ്രിയ എന്ന് പറയുന്നവൾ സഭയല്ല എന്ന് മനസ്സിലാക്കുക. അതിൻ്റെയും ചിത്രം ചിലപ്പോൾ ആത്മീയമായിട്ട് ഇസ്രായേലിൻ്റെ ഒരു ചിത്രമായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ആണോന്ന് എനിക്കറിയില്ല. എന്നാൽ ഇവിടെ സങ്കീർത്തനം 45 പറയുന്നതായിരിക്കുന്ന രാജകുമാരി ആരാ? ആ രാജകുമാരി വ്യക്തമായി അതിൻ്റെ അടുത്ത വാക്യങ്ങളിലൂടെ മനസ്സിലാവുന്നു ഇസ്രായേലാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നു. ആ രാജകുമാരി ഇസ്രായേല. അപ്പോൾ രണ്ട് കാര്യം മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടിയാണ് സകലർക്കും സംശയം. ആ കാര്യം എന്താണെന്നറിയാവോ? കൊരിന്ത്യർക്ക് എഴുതിയ അതിൻ്റെ 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം, 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. അതാണ് എല്ലാവർക്കും പിന്നെയുള്ള സംശയം. ഏതാ? സഭ മണവാട്ടിയാണെന്ന് പറയുന്നതിനുള്ള കാരണം 2 കൊരിന്ത്യ ലേഖനത്തിലൊരു വാക്യമാണ്. ഒരു വാക്യമല്ല, ഒരു വേദഭാഗമാണ്. ഞാനത് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 3-ാമത്തെ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. 2 കൊരിന്ത്യ ലേഖനം 11-1 മുതൽ. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അത് നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഉപദേശകന്മാരെല്ലാം പറയുന്നത് ഈ നിർമ്മല കന്യകയാണ് ഇന്നത്തെ സഭ. ആ നിർമ്മല കന്യകയാണ്. ആദ്യം പറഞ്ഞു ഉത്തമഗീതത്തിലെ പ്രിയയാണ് സഭ. രണ്ടാമത് പറഞ്ഞു സങ്കീർത്തനങ്ങളിലെ രാജകുമാരിയാണ് സഭ. മൂന്നാമത് പറഞ്ഞു ഉത്തമഗീതത്തിലെ ഈ പറയുന്നിരിക്കുന്ന നിർമ്മല കന്യക, അതാണ് സഭ. അപ്പോൾ പിന്നെ സഭ മണവാട്ടി അല്ലാതെ പിന്നെ ആരാന്നാണ് ചോദിക്കുന്നത്? ഞാൻ അതുകൊണ്ട് ഇത് പറയുന്നത്. ഇതൊന്നും അങ്ങനെയല്ല പ്രിയമുള്ളവരെ പഠിക്കണ്ടേ. ഇതൊന്നും അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഇവിടെ എന്താ പറയുന്നത്? ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴത്തെ വാക്യം കൂടെ വായിക്കണേ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്താ? എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എന്താ ഇവിടുത്തെ സംഭവം എന്നറിയാമോ? ഈ കൊരിന്ത്യ സഭ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഭിന്നതകളുണ്ട്. ചിലർ പറയുകയാണ് ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ. ഇവരുടെ ഇടയിൽ ഭിന്നതകളുണ്ടായി, പല ഗ്രൂപ്പുകളായിട്ടുണ്ടായി, ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി. കുറേ പേര് കേഫാവിൻ്റെ പക്ഷക്കാരെന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാം? പത്രോസിൻ്റെ പക്ഷക്കാരെന്നൊക്കെ പറയാൻ കാരണം യെരുശലേമിലെ സഭ ഉപദേശിക്കുന്നതായിരിക്കുന്ന ആ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തിലേക്ക് പരിശോധന ഏൽക്കുക, ന്യായപ്രമാണം ആചരിക്കുക, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഉപദേശത്തിലേക്ക് ഇവർ തിരിഞ്ഞുപോയി. അപ്പോൾ അവരോട് പൗലോസ് പറയുകയാണ്, ഒരു വാണിംഗ് കൊടുത്തുകൊണ്ട് പൗലോസ് അവരെ ബുദ്ധി ഉപദേശിക്കുന്നതായിരിക്കുന്ന വേദഭാഗമാണ് ഇവിടെ. എന്താ പറയുന്നറിയോ? പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പുരുഷന് ഒരു കന്യകയെ വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞാൽ ആ കന്യക ആ പുരുഷനോടുള്ളായിരിക്കുന്ന ഏകാഗ്രത നിലനിർത്തണം. ആ പുരുഷനുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവൾ തന്നെ സൂക്ഷിക്കാൻ കടപ്പെട്ടവളാണ്, തന്നെ അതിനായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടവളാണ്, ആ വിവാഹ ദിനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടവളാണ്. അവൾ അന്യപുരുഷന്മാർക്കാകാൻ പാടില്ല. അതുകൊണ്ട് അവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് സർപ്പം പണ്ട് ചതിച്ചില്ലേ ഹവ്വായെ ചതിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് സർപ്പം എത്ര വിദഗ്ധമായിട്ട് അവളെ വീഴ്ച കളഞ്ഞ്, അതേമാതിരി നിങ്ങളെയും ഈ ഞാൻ വിവാഹം നിശ്ചയിച്ച പുരുഷനിൽ നിന്ന് അഥവാ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ സാത്താൻ വഞ്ചിച്ച് നിങ്ങളെ
തെറ്റിച്ച് കളയുമോ, നിങ്ങളെ വീഴ്ച കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുക, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവരെ കന്യകയാണെന്നോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നോ ഒന്നും അല്ല അവിടെ പറയുന്നത്. അവരോട് പറയാൻ നിങ്ങൾ തെറ്റിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് പൗലോസ് അത് വ്യക്തമായിട്ട് 4-ാം വാക്യത്തിൽ പറയാണ്, ഒരുത്തൻ വന്ന് എങ്ങനെ തെറ്റിപ്പോയോ എന്നാണ് പറയുന്നത്. അതാ 4-ാം വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, ഇതാ കാര്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇതാ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശം വന്നു. ഗലാത്യ സഭയിലെ കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് ഗലാത്യരും ഇതുപോലെ ന്യായപ്രമാണത്തിലേക്ക് പിന്തിരിഞ്ഞ് വീണു പോയപ്പോഴാണ് ഗലാത്യ സഭയോട് പൗലോസ് വളരെ വളരെ ശക്തമായിട്ട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതായിരിക്കുന്ന സുവിശേഷത്തിന് വിരോധമായിട്ട് ഞങ്ങൾ തന്നെയാകട്ടെ മറ്റൊരുത്തനാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ ആ പറയുന്നവൻ ശപിക്കപ്പെട്ടവെന്ന് പറഞ്ഞു. ഗലാത്യരോട് ഈ വേറൊരു സുവിശേഷം പറഞ്ഞത് ആരാ? വേറൊരു സുവിശേഷം. എന്താ സുവിശേഷം? വേറൊരു സുവിശേഷം. ഇന്ന് പലരും ഞങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പറയുന്നുണ്ട് ഇത് വേറൊരു സുവിശേഷം എന്ന്. അവർക്ക് പോലും അറിയില്ല ഈ വേറെ സുവിശേഷം എന്ന് ബൈബിളിൽ പറഞ്ഞ സുവിശേഷം എന്താണെന്ന്. വേറെ സുവിശേഷം എന്ന് ബൈബിളിൽ പറഞ്ഞായിരിക്കുന്ന സുവിശേഷം ഏതാണെന്നറിയാമോ? അത് 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളതായിരിക്കുന്ന യഹൂദന്മാർ, ക്രിസ്ത്യാനികളായ യഹൂദന്മാർ, പരിച്ഛേദനയോട് കൂടെ യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിച്ച യഹൂദന്മാർ ഈ ഗലാത്യ സഭയിലും ഈ കൊരിന്ത്യ സഭയിലും വന്നിട്ട് എന്ത് പഠിപ്പിച്ചു എന്നറിയാമോ? നിങ്ങൾ പൗലോസ് പറയുന്നത് മാത്രം കേട്ട് അനുസരിച്ച് യേശുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. മോശ കൽപ്പിച്ചതായിരിക്കുന്ന ന്യായപ്രമാണം കൂടെ നിങ്ങൾ അനുസരിക്കണം, എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് ഈ കൊരിന്ത്യ സഭയിലും അതുപോലെ ഗലാത്യ സഭയിലും വന്ന് യെരുശലേമിലെ സഭയിലെ ക്രിസ്ത്യാനികളായിരിക്കുന്ന യഹൂദന്മാർ വന്ന് ഇവരെ തെറ്റിച്ച് ഇവരെ ഉപദേശിച്ചു. അതുകൊണ്ട് പൗലോസ് ഗലാത്യ സഭയിൽ ശക്തമായിട്ട് പറയുന്നത് അവൻ അങ്ങനെ പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായ സുവിശേഷം ആ യെരുശലേമിലെ സഭയിലെ സുവിശേഷമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. ഈ കൊരിന്ത്യ ലേഖനത്തിലും പറയുന്നതെന്നറിയാവോ? എന്താണ്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ, ആ മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ ഏതാ യേശു? മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ ഏതാ? ന്യായപ്രമാണത്തോടു കൂടെ വിശ്വസിക്കേണ്ടുന്ന യേശു. അത് അവരുടെ പദ്ധതിയാണ്. ഏതാ? യഹൂദന്മാരുടെ സ്വർഗരാജ്യത്തിൻ്റെ പദ്ധതിയാണ്, മണവാട്ടി സഭയുടെ പദ്ധതിയാണ്, ആ 12 അപ്പോസ്തലന്മാരുടെ പദ്ധതിയാണ്. അത് ന്യായപ്രമാണത്തോടു കൂടെ യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ മശിഹയായിട്ട് രാജാവായിട്ട് കാണുക. അത് അവർക്ക് അങ്ങനെ ചെയ്താൽ മതി. അതാ ആ സുവിശേഷം വന്ന് പൗലോസ് കൃപയുടെ സുവിശേഷം പറഞ്ഞെടുത്ത് വന്ന് അവരെ പറഞ്ഞ് തെറ്റിച്ച് കളഞ്ഞു. അവരെ പറഞ്ഞ് തെറ്റിച്ച് കളഞ്ഞതിനെതിരായിട്ട് പറയുന്നത്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, ആ മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു പിശാചിനെ പ്രസംഗിച്ചു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പിശാചിൻ്റെ ഒരു കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്, ന്യായപ്രമാണ പ്രകാരം വിശ്വസിക്കുന്ന യേശു. അതുകൊണ്ടാണ് ഈ കൊരിന്തിലെ സഭ ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാർ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ എന്നൊക്കെ പറയാൻ കാരണം കേഫാവ് ഉപദേശിച്ചതിൻ്റെ പക്ഷത്താണ് ഞങ്ങളുള്ളതെന്ന് പറഞ്ഞത്. കേഫാവേ പത്രോസ് ഉപദേശിച്ച ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെയാണ്, ആ പക്ഷക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞു. ആ യേശു ആണ് ഞങ്ങളുടെ പക്ഷമെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അങ്ങനെയല്ല, പൗലോസ് പറയുന്നതാണ് സത്യം, ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരാ, ഞങ്ങൾ അപ്പലോസിൻ്റെ പക്ഷക്കാരാന്ന് പറഞ്ഞു. ഇങ്ങനെ ഗ്രൂപ്പ് തർക്കങ്ങളുണ്ടായി. അവിടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവരോട് പറയുന്നതായിരിക്കുന്ന ഒരു സാദൃശ്യമാണ്, ഒരു ഉദാഹരണമാണ്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ തക്കവണ്ണം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനുള്ളായിരിക്കുന്ന എന്നാൽ ക്രിസ്തുവിനുള്ളായിരിക്കുന്ന ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ അങ്ങനെ ഭയപ്പെടാൻ കാരണം? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം വന്ന് പറഞ്ഞു. കുറച്ച് പേര് തെറ്റിപ്പോയി, നിങ്ങൾ പൊറുക്കുകയാണ് അവരെ, പൊറുക്കുന്നത് ആശ്ചര്യമെന്ന് പറഞ്ഞു. ഇതേ പ്രശ്നത്തെ ഗലാത്യ സഭയിലുണ്ടായ. അതുകൊണ്ട് അത്ര നിശ്ചിതമായിട്ട് ഈ കാര്യം പറഞ്ഞത്. ഇവിടെ എങ്ങും സഭ മണവാട്ടിയാന്ന് പറഞ്ഞിട്ടില്ല. ഉദാഹരണങ്ങൾ പൗലോസിൻ്റെ എഴുത്തുകളിൽ ധാരാളം കാണാൻ പറ്റും. ഏത് കാര്യം പറയുമ്പോഴും പൗലോസ് ഉദാഹരണം പറയും. റോമ ലേഖനം മുതൽ ഗലാത്യ ലേഖനം വരെയും
നിങ്ങൾ വായിക്കുമ്പോൾ എത്ര ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പൗലോസ് പറയുന്നതെന്ന് അറിയാമോ? ന്യായപ്രമാണത്തിന് ഉദാഹരണം പറയുമ്പോൾ പറയുന്നില്ലേ, മേലെയുള്ള യെരുശലേമാകുന്നു നമ്മുടെ അമ്മ, ഇവിടെയുള്ള യെരുശലേം ഇന്നത്തെ അടിമത്തത്തിൽ ഇരിക്കുന്നു, അത് ഇന്നത്തെ ഇസ്രായേലാണ്. അതൊരു ഉദാഹരണമല്ലേ? പിന്നെ ഏശാവും യാക്കോബിനെയും കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ഉദാഹരണമല്ല പറയുന്നത്. പിന്നെയും ഒരുപാട് കാര്യങ്ങളിൽ പൗലോസ് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എത്ര കാര്യങ്ങളിലാണ് ഉദാഹരണം പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓരോന്നും വായിക്കുമ്പോൾ വേറൊരു വായിക്കുന്നില്ലേ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, ന്യായപ്രമാണം, അതായത് വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഭർത്താവ് മരിച്ചുപോയ ശേഷമോ അവൾ വിവാഹത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും പൗലോസ് ഇതുപോലെ ഉദാഹരണങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളാണ്. വളരെ നല്ല ടീച്ചറാണ് പൗലോസിൻ്റെ കഴിവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് ആ വിധത്തിൽ പഠിപ്പിക്കുന്നത് അതേ ഉദാഹരണമായി ഇവിടെ പറയുന്ന. അല്ല ഇവിടെ ഈ പറയുന്നത് സഭയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നൊന്നും അല്ലേ പറയുന്നത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ മറ്റൊരു പോയിൻ്റ് ഞാൻ പറയട്ടെ. ഇവിടെ ഈ സഭയെ, അതായത് നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ, അതായത് കൊരിന്തിലെ സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്, കർത്താവിന് വിവാഹം നിശ്ചയിച്ചു കൊടുത്ത നിർമ്മല കന്യകയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണെന്നറിയാമോ? ഈ കന്യകയെ വിവാഹം കഴിച്ച് കൊടുത്തത് ആരാ? പൗലോസല്ലേ? വിവാഹം കഴിച്ചല്ല, നിർമ്മല കന്യകയായി വിവാഹത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ആരാ? പൗലോസല്ലേ? അപ്പോൾ പൗലോസ് കന്യകയുടെ ആരാ? അപ്പനല്ലേ? അപ്പനാണോ? അപ്പനല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കന്യകയും ഒരിക്കലും അപ്പൻ കന്യകയാകൂലല്ലോ. അപ്പൻ ഒരിക്കലും വിവാഹത്തിന് നിശ്ചയിച്ച മോളാകൂലല്ലോ. ആകുമോ? അങ്ങനെയാണെങ്കിൽ അപ്പൻ ഈ കന്യകയ്ക്ക് അല്ലെങ്കിൽ ഈ വധുവിൻ്റെ പുറത്തല്ലേ? ഈ മണവാട്ടി സഭയുടെ പുറത്തല്ലേ പൗലോസ്? കാര്യം മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് ഇല്ലാത്ത മണവാട്ടി സഭ എന്ന് പറയേണ്ട വരില്ലേ? പൗലോസ് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നല്ലേ? ആണോ? ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പൗലോസ് ആ സഭയ്ക്ക് പുറത്തേക്കുന്ന ആളാണ്. ഞാൻ പറയുന്നത്, എൻ്റെ മോളെ ഞാൻ വേറൊരുത്തിന് വിവാഹം നിശ്ചയം ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനല്ല വിവാഹം കഴിഞ്ഞ് മോളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, എൻ്റെ മോളാണ് പോകുന്നത്. ഞാൻ എപ്പോഴും അവൻ അപ്പനാ അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ തന്നെ വിധിക്ക്. ഒരിക്കലും ഇത് സഭ മണവാട്ടിയാണെന്നുള്ളതായിരിക്കുന്ന കാര്യമേ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പൗലോസ് ഒരു അപ്പൻ്റെ സ്ഥാനത്തു നിന്ന് കൊരിന്ത്യ സഭയെ പ്രബോധിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങളെ ഞാൻ ക്രിസ്തുവിനായി ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ക്രിസ്തുവിനെ വിട്ടിട്ട് വേറൊരു യേശുവിൻ്റെ പുറകെ പോവുകയാണോ? വേറൊരു ഉപദേശത്തിലേക്ക് വീഴുകയാണോ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ അല്ല, അത് മണവാട്ടിയെക്കുറിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കണം. പൗലോസ് ഈ സഭയിൽ, മണവാട്ടി സഭയിൽ പൗലോസില്ല. പൗലോസില്ലാത്ത മണവാട്ടി സഭ എന്ന് പറയണം. കാരണം പൗലോസ് സഭയ്ക്ക് പുറത്താണ്. ഒരിക്കലും മണവാട്ടി വിവാഹം ചെയ്തു കൊടുക്കുന്ന അപ്പനായാലും ഇനി ബന്ധുക്കളാണേലും അവരാരും മണവാട്ടിയാകില്ല. മണവാട്ടി വേറെ, വിവാഹം ചെയ്തു കൊടുക്കുന്ന അപ്പനായാലും ബന്ധുക്കളായാലും അവർ വേറെ അല്ലേ? നിങ്ങൾ സമ്മതിക്കില്ലേ? അവർ വേറെ. അപ്പോൾ പൗലോസ് മണവാട്ടി സഭയിൽ അംഗമല്ലെന്ന് പറയണം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായോ? ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ബൈബിളിലെങ്ങും പുതിയ പൗലോസിലൂടെ വെളിപ്പെട്ട കൃപായുഗ സുവിശേഷത്തിലെങ്ങും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് ഈ പുതിയ നിയമസഭ, അല്ലെങ്കിൽ പുതിയ നിയമസഭ എന്നല്ല, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് പൗലോസിലൂടെ വെളിപ്പെട്ട കൃപായുഗത്തിലെ വിശ്വാസികളുടെ കൂട്ടമെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് വിശദമായി പറഞ്ഞു. ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശരീരം, ശിരസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം, ശിരസ്സിന് കീഴിലെ ശരീരം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ബൈബിളിൽ പൗലോസിലൂടെ വെളിപ്പെട്ട കൃപായുഗ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, ആ സഭയ്ക്ക് എങ്ങും പഴയ നിയമത്തിൽ സാദൃശ്യങ്ങളില്ല. ഒരിക്കലും ഉത്തമഗീതം അതിൻ്റെ സാദൃശ്യമല്ല. ഉത്തമഗീതത്തിലെ പറയുന്നതായിരിക്കുന്ന പ്രിയ ഒരിക്കലും സഭയുടെ പ്രതീതിയല്ല. സങ്കീർത്തനം 45-ലെ സുന്ദരിയായിരിക്കുന്ന രാജകുമാരി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളല്ല, അത് യഹൂദന്മാരാണ്. അത് ക്രിസ്തുവുമായിട്ടുള്ള 1000 ആണ്ട് വാഴ്ചയുടെ ഒരു ചിത്രമാണ്. അത് ഞാൻ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. ഓക്കെ, മനസ്സിലായില്ലേ? അവിടെയും ആരില്ല, നമ്മുടെ സഭയ്ക്ക് പ്രതീതികളില്ല. അതുമാത്രമല്ല, കൊരിന്ത്യ സഭയിൽ പറയുന്നതായിരിക്കുന്ന ഈ
പിന്നെ എന്താ പറയുന്നത്, നിർമ്മല കന്യക ഒരിക്കലും സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേരല്ല. അത് പൗലോസ് കൊരിന്തിലെ വിശ്വാസികൾ അവരുടെ ആ വിശ്വാസത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന് പിന്നോട്ടടിച്ച് ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ അന്വേഷിച്ച് പോയതിനെതിരെ വിമർശിച്ചുകൊണ്ട് എഴുതിയതായിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പൗലോസ് സഭയിലെ അംഗമല്ല എന്ന് പറയണം. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായല്ലോ. എൻ്റെ കർത്താവ് നിങ്ങളെ അവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ, ആമേൻ.